ഓണാട്ടുകരക്കാരോട് ചോദിക്കുകയാണെങ്കിൽ ഓണാട്ടുകരക്കാർ പറയും ഏറ്റവും ഇഷ്ടം ഓണാട്ടുകര ദേശമാണ്. എന്നാൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ദേശം എന്ന് ചോദിച്ചാൽ ഒരു മറുപടി ഉണ്ട്. ഏറ്റവും ഇഷ്ടമില്ലാത്ത ദേശം ഉപദേശം. ഞാനൊരു പുതിയ വാക്ക് തരികയാണ്. മുഴുവൻ ശബ്ദധാരാവലി നോക്കിയാൽ കിട്ടാത്ത ഒരു വാക്ക് തരികയാണ്. അംബ്രോസ്. 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 പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എന്റെ ഈ കുഞ്ഞു മക്കൾക്ക് ഇനിയുള്ള അവരുടെ പഠനകാലത്ത് കൊടുക്കേണ്ട ഒരൊറ്റ സാധനം ഇതാണ്, അംബ്രോസ്. അംബ്രോസിന്റെ അംഗീകാരം. ഈ കുഞ്ഞുങ്ങളെ അംഗീകരിക്കാൻ പഠിക്കുക ആദ്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും വ്യത്യസ്തമായ കഴിവുകളാണ്. ആ വ്യത്യസ്തമായ കഴിവുകളുള്ള കുഞ്ഞുങ്ങളെ അംഗീകരിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമായി മാറുന്നത്. സംശയം. രണ്ടാമത്തേത് അംബ്രോസിന്റെ അടുത്ത അക്ഷരം പ്രോയ. ഈ കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക. പ്രോത്സാഹനം നൽകണം. പ്രോത്സാഹനം എന്നാൽ ഈ കുഞ്ഞുങ്ങൾ വൈകിട്ട് വീട്ടിൽ വന്നാൽ നമ്മളോട് ചില കഥകളൊക്കെ പറയും. നമുക്ക് തിരക്കാം. ആ തിരക്കിനിടയിലേക്ക് കഥ കേൾക്കാൻ നമുക്ക് സമയമില്ല. ആ കുഞ്ഞിനോടൊന്നും സംസാരിക്കാൻ സമയമില്ല. ചിലപ്പോൾ ആദ്യമൊക്കെ വലിയ ആരംഭശൂരത്വത്തിൽ മോനെ പറയണ എന്തുണ്ടായിരുന്നു, ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു, സിസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു, ആ ബസ്സിൽ അങ്കിൾ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം ചോദിക്കും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സമയമില്ലാതായി പോകും. ഒരു കൊച്ചു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിലൊരു കുട്ടിയുണ്ട്. അവന്റെ അപ്പനും അമ്മയൊക്കെ ജോലിക്കാരാ, വലിയ തിരക്കാ. ഒരു ദിവസം വൈകിട്ട് അപ്പൻ രാത്രി വീട്ടിൽ വന്നപ്പോൾ അവൻ അപ്പനോട് ചോദിച്ചു, അപ്പ 1 മണിക്കൂർ ജോലി ചെയ്താൽ അപ്പൻ എത്ര രൂപ കിട്ടും? അപ്പൻ 1 മണിക്കൂർ ജോലി ചെയ്താൽ അപ്പൻ എത്ര രൂപ കിട്ടും? അപ്പൻ പറഞ്ഞു, ഞാൻ ചുമ്മാ നമ്പർ പറയാം, 1000 രൂപ കിട്ടും. ഈ കുഞ്ഞ് അവനെ കാണാൻ വരുന്നവരും അവന്റെ ബന്ധുക്കളും ഒക്കെ കൊടുത്ത പൈസ സ്വരൂപിച്ചു വെച്ച് 1000 രൂപയാക്കി. ഒരു ദിവസം വൈകിട്ട് അപ്പം വന്നപ്പോ ഇവിടെ ഈ 1000 രൂപ എടുത്ത് അപ്പനെ കൊടുത്തിട്ട് പറഞ്ഞ്, അപ്പന്റെ നാളത്തെ 1 മണിക്കൂർ ഞാൻ എടുത്തു. ഇങ്ങനെ സ്വന്തം മക്കള് പറയാനുള്ള സാഹചര്യം ഒരുക്കരുത്. അവരെ പ്രോത്സാഹിപ്പിക്കാൻ പഠിക്കുക. അംബ്രോസിന്റെ അടുത്തത് ഇവർക്ക് സ്നേഹം കൊടുക്കണം. ഈ കുഞ്ഞുങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ നല്ല മക്കളായി തീരും. Parents are water tanks. Children are water taps. അച്ഛനും അമ്മയും മാതാപിതാക്കൾ ജലസംഭരണിയാണ്, വാട്ടർ ടാങ്ക് ആണ്. മക്കൾ ടാപ്പ, പൈപ്പിലെ ടാപ്പ. ടാങ്കിനകത്ത് എന്താണോ അത് മാത്രമേ ടാപ്പ് തുറന്നാൽ കിട്ടൂ. ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റിയാൽ, ഈ കുഞ്ഞുങ്ങൾ പഠിക്കാതിരുന്നാൽ, ഈ കുഞ്ഞുങ്ങൾ കുറച്ച് കുഴപ്പം കാണിച്ചാൽ അതിന്റെ എല്ലാം പ്രശ്നം ഉറപ്പാണ്. വാട്ടർ ടാങ്കായ നമ്മളാണ്. ഞാൻ എന്റെ കാര്യം കൂടെ പറയുന്നത് അപ്പനെന്ന നിലയിൽ തന്നെ പറയുന്നത്. വാട്ടർ ടാങ്കായ നമ്മളാണ് കുഴപ്പം. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അംബ്രോസ് മറക്കാതിരിക്കുക. ഈ കുഞ്ഞുങ്ങൾക്ക് അംഗീകാരം കൊടുക്കുക, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക, അവർക്ക് വേണ്ടി സ്നേഹം കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കുകളായി മാറും. നിങ്ങൾ LKG ഇവിടെ ജോയിൻ ചെയ്തു, 12ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടി ഇവർ പോകുന്ന സുന്ദര മുഹൂർത്തത്തിൽ നമുക്ക് വീണ്ടും കാണാം. ജഗദീശ്വരൻ അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.